ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മല്ലിയില, പിന്നെ കറിവേപ്പില, ആ 2 ഇലകളാണ് എടുത്തിട്ടുള്ളത്, അതിടുക. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് പെരിഞ്ജീരകം അതിലോട്ടിടാം. പെരിഞ്ജീരകം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളകും കൂടി ഇടുക. കുരുമുളകൊക്കെ നമുക്ക് വേണ്ടതിനനുസരിച്ച് ഇടാം കേട്ടോ. ചിലർക്ക് ഭയങ്കര എരിവ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം. എന്നിട്ട് അത് മിക്സിയിലിട്ട് അരച്ച് അവിടെ മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ കഴുകി വെച്ച ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ഇടുക. മുളക് പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതിന് ശേഷം ചിക്കൻ മസാല അതിലേക്ക് ഇട്ടിട്ട്, പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് അതിലേക്കിട്ട്, പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ എന്തിനാ, കുറച്ച് ക്രിസ്പിനെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി അതിലേക്കിട്ടിട്ട്, പിന്നെ നമുക്ക് ലെമൺ അല്ലെങ്കിൽ കേർഡ്, അങ്ങനെ നമുക്ക് ഓപ്ഷണലാണ്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിതിലൂടെ കേർഡാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് കേർഡും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അത് നമ്മൾ കൈ വെച്ച് തന്നെ നന്നായി നമ്മൾ എന്ത് ചെയ്യണം, മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലേക്ക് വെച്ച് ആ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണത്. അതിന് ശേഷം നമ്മൾ ഒരു ചട്ടി എടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, കുറച്ച് ഭയങ്കര സ്ലൈസായിട്ട് കുഞ്ഞ് കനം കുറച്ചിട്ട് വേണം നമ്മൾ സവാള കുറച്ച് അരിഞ്ഞിട്ട് നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരയ്ക്കും നമുക്കൊന്ന് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് കോരി ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഏത് ഫുഡും കുറച്ച് ഭംഗിയിൽ സെർവ് ചെയ്താൽ അത് നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ പിന്നെ അതിന് ശേഷം നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ എടുത്തു വെച്ച ചിക്കനൊക്കെ നമുക്ക് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ റെസിപ്പി. ഈസി അല്ലേ ഇത് ചെയ്യാനായിട്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഈ സവോള, പച്ചമുളക്, പിന്നെ കറിവേപ്പില, അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് അതിലേക്കൊന്ന് മുകളിൽ ഇങ്ങനെ വെറുതെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ സവോള ഇങ്ങനെ റിങ്സ് പോലെ അരിഞ്ഞ് അതും കൂടി വെച്ച് എന്ത് ചെയ്യാം, ഒരാൾക്ക് സെർവ് ചെയ്ത് നോക്കൂ. നിങ്ങൾ കൊടുക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അത്രയും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ കാണാൻ. ബൈ.